നല്ല കൊഴുത്ത ചാറോടുകൂടിയ കടലക്കറി ഉണ്ടാക്കാം. തേങ്ങയോ തേങ്ങാപ്പാലോ ഒന്നും ഈ കറിയിൽ ചേർക്കുന്നില്ല. കുതിർത്ത് വെച്ച കടല കഴുകി വൃത്തിയാക്കി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും ഒഴിച്ചിട്ട് 4 വിസിൽ വരെ വേവിച്ചെടുക്കുന്നുണ്ട്. ഒരു പാത്രം അടുപ്പിൽ വെച്ച് ലോ ഫ്ലെയിമിലിട്ട ശേഷം മല്ലിപ്പൊടി, മുളകുപൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. കരിഞ്ഞു പോകാതെ നോക്കണം. കറി ഉണ്ടാക്കാൻ വേണ്ടി ഒരു പാത്രം അടുപ്പിൽ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുക് പൊട്ടിച്ചെടുക്കാം. അതിലേക്ക് 2 വലിയ ഉള്ളി കട്ട് ചെയ്തിട്ട് വഴറ്റി കൊടുക്കാം. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളിയും കൂടി വഴറ്റി കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു വലിയ തക്കാളിയും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ അടച്ചു വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. ആ സമയം ചൂടാക്കി വെച്ച പൊടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കും. അതിലേക്ക് 1.5 സ്പൂൺ കടലപ്പൊടിയും കുറച്ച് വെള്ളം ഒഴിച്ച് കട്ടയൊന്നും ഇല്ലാണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. കടലമാവ് ചേർക്കുന്നതുകൊണ്ട് തന്നെ നമ്മളെ കറിക്ക് നല്ല കൊഴുപ്പുണ്ടാവും. തക്കാളി ഉള്ളിയൊക്കെ വെന്ത് വന്ന ശേഷം മിക്സ് ചെയ്ത് വെച്ച ആ മസാലേൻ്റെത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലോണം അതിന്റെ പച്ചമണമൊക്കെ മാറുന്നവരെ നല്ലോണം വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഗ്രേവിക്ക് അനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് വേവിച്ച് വെച്ച കടല ചേർത്ത് കൊടുക്കാം. ഈ തിളച്ച് വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്താൽ മതി. അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് സെർവ് ചെയ്യാം. അപ്പോൾ കറിയൊക്കെ കുറുകി വന്നിട്ടുണ്ടാവും. ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.